കോട്ടയം മുണ്ടക്കയം കുഴിമാവ് ഓടുന്ന വണ്ടിയായിരുന്നു. ഈ വണ്ടിയുടെ അവസ്ഥയായത് കണ്ടോ. ഈ ബ്രേക്കർ റോഡിൽ നിൽക്കുന്ന ഒരൊറ്റ മഞ്ചം ഒരൊറ്റ പെണ്ണുങ്ങൾ പോലും ഈ വണ്ടി കയറി എടുക്കുന്നില്ല, എല്ലാം സ്റ്റോപ്പിൽ മാറി നിൽക്കുക. സർക്കാരിൻ്റെ നിയമവും കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ ഇങ്ങനത്തെ മനുഷ്യൻ ഈ വണ്ടിപ്പണിക്കാരോട് ഇങ്ങനത്തെ കൊടിഞ്ഞത് ചെയ്യാം. ഞങ്ങൾക്ക് വീട്ടിൽ ചിലവടക്കണ്ട, ഞങ്ങൾക്ക് വീട്ടിൽ അരി വാങ്ങിക്കണ്ടേ. കണ്ടോ ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരു സ്റ്റോപ്പിലിറങ്ങി. ഈ വണ്ടി ഞങ്ങളുടെ വണ്ടി കാലിയാണ്. ഈ വണ്ടി കാലിയാണ്. ഈ വണ്ടി കാലിയും വെച്ച് ഞങ്ങൾ എന്നാ ചെയ്യും? ഇത് സർക്കാരിൻ്റെ വലിയ ചതിയായിപ്പോയി. ഈ ഞങ്ങൾ തന്നെ കൂട്ടത്തിൽ വന്ന് വോട്ടും ചോദിച്ചിട്ട് ഈ പറയുന്ന ജയിച്ച സ്ഥാനാർത്ഥികളോ അല്ല മന്ത്രിമാരായാലോ MLA-മാരായാലും ആരും ഈ വീടുകൾ കയറാനൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ പട്ടി കളയുന്നവരെ കിടന്ന് അലഞ്ഞിട്ട് ഇപ്പോൾ ഈ വണ്ടി ഈ വണ്ടി എന്നല്ല എല്ലാ വണ്ടിയുടെ അവസ്ഥ ഇതൊക്കെ തന്നെ കണ്ടോ. ഇപ്പോൾ ഇത് ടോപ്പ് കയറുന്നു പൊക്കോണ്ടിരിക്കുക മെയിൻ റോഡ് KK റോഡ് വഴി വണ്ടി പോകുന്ന വണ്ടിയായത്. ഈ വണ്ടിയുടെ അവസ്ഥയായത്. ഇതിന് ഞങ്ങൾ എന്നാ ചെയ്യേണ്ടത്? ഞങ്ങളിനി എന്നാ കെട്ടിത്തൂങ്ങി ചാവണം? ഈ വണ്ടിപ്പണിക്കാരെല്ലാം കൂടെ കൂടി ചാവണം. സർക്കാർ ഇതിന് പെണ്ണുങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, 1 ലക്ഷം രൂപയും 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന പെണ്ണുങ്ങൾ പോലും സർക്കാരിൻ്റെ പ്രിയദർശിനി വണ്ടിയെ കയറി പോവുക. 60 വയസ്സിന് മേലോട്ടുള്ളവർക്ക് ഒരു സൗജന്യയാത്രയും 1 തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് സൗജന്യയാത്രയും വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. ഇതൊന്നുമില്ലാതെ ഇങ്ങനൊരു വെറും തെണ്ടിത്തരം ഇങ്ങനെ കാണിക്കുന്നത്, വെറും തെണ്ടിത്തരം. മുതലാളിമാരെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല. ഇത് എന്തുകൊണ്ട് എന്നാ പ്രയോജനം? ആർക്കെന്നാ ഒരു ജോലി മേഖല നിങ്ങളെല്ലാവരും കൂടെ നഷ്ടപ്പെടുത്തിയേക്കുന്നത്. ഞങ്ങളിനി എന്നാ ചെയ്യണം? ഞങ്ങൾക്കെല്ലാം വീട്ടിൽ പ്രാരാബ്ദങ്ങളുള്ളവരാ, എല്ലാവർക്കും വീട്ടിൽ പ്രാരാബ്ദങ്ങളുള്ളവരാ. എല്ലാവരും ഈ പ്രാരാബ്ദങ്ങളും വെച്ച് ചിട്ടിയും പെട്ട് കടവുണ്ട്, കടക്കണിയുണ്ട്, ഇതെല്ലാം ഉള്ള ഞങ്ങൾ. വീട്ടുകാർക്ക് രോഗങ്ങളും ദുഃഖങ്ങളായിട്ടിരിക്കുന്ന അവരുമുണ്ട്. ഞങ്ങൾ എന്നെ എഴുതുന്നുണ്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് എന്നേലും പ്രയോജനം ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. ജയിപ്പിച്ചു വിട്ട് തന്നെ നന്ദി. ഒരുത്തൻ 10 വർഷം ഭരിച്ചിട്ട് അവൻ നാട് കുട്ടിച്ചോറാക്കിയിട്ട് പോയി. അടുത്തവൻ കയറി ഇങ്ങനെ ആക്കിയത് ഇത് വളരെ മോശമായി പോയി, വളരെ മോശം.